രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് എൻ്റെ. കഴിഞ്ഞ ഞായറാഴ്ച ഫസ്റ്റ് ക്ലാസ്സിന് വന്നു. അതിനുശേഷം ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തേലും ഒരുപാട് ആളുകളുണ്ട്, ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാനും പ്രസംഗിക്കാനും നമ്മുടെ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനും നല്ല ഒരു എനർജി കിട്ടി ഇന്നത്തെ ക്ലാസ്സുണ്ട്. പിന്നെ ഏറ്റവും ഞാൻ ഇപ്പോൾ പല പരിപാടികളിലും പല വേദികളിലും പല സെമിനാറുകളിലും പല ക്ലാസ്സിലും എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മൾ പല പല നാട്ടിലുള്ള ആളുകൾ, പുതിയ പുതിയ ആളുകൾ, അതും നമ്മുടെ ഈ മുറ്റത്ത് ആദ്യമായിട്ട് എനിക്കൊരു അത്ഭുതം തോന്നുകയാണ്. ഇത് എന്നെപ്പോലത്തെ ഫസ്റ്റിൽ ഒരു പുതിയ ഇവിടെ വരുന്ന ഒരാൾക്ക് ഇപ്പോൾ പല ആളുകൾക്കും ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ പല വ്യക്തികൾക്കും ഈ അക്കാദമിയെക്കുറിച്ച് വ്യക്തമായ വിവരമില്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ പുറത്തു നിന്ന് ഇതിലെ വണ്ടിയിലൂടെ നോക്കുമ്പോൾ ഇതിലെ പോകുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വരെ ഞാൻ ഇങ്ങനെ എന്നിങ്ങനെ പോകും, എന്താ ഇവിടെ കുറേ ആളുകൾ പ്രസംഗ പരിശീലനമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ സംസാരിക്കാമെന്നല്ലാതെ ഇവിടെ കയറി വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാലം എന്തുകൊണ്ട് ഇവിടെ വന്നില്ല, വരാൻ തോന്നിയില്ല. ഞാൻ എന്നെ സ്വയം ശപിച്ചു. എന്തുകൊണ്ട് നീ എൻ്റെ സ്വന്തം ശരീരത്തിനോട് ചോദിച്ചു എന്തുകൊണ്ട് നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല. ഇപ്പം രണ്ടാമത്തെ ക്ലാസ്സിൽ പങ്കെടുത്തേക്കും പുതിയ പുതിയ ആളുകൾ, നല്ല നല്ല ജോലിക്കാരുണ്ടായിരുന്ന ആളുകൾ, വർക്ക് ചെയ്യുന്ന ഒരു സാധാരണക്കാർ, നിങ്ങളൊക്കെ ഇടയിൽ എണീറ്റ് നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ നമുക്ക് ഈ സാധാരണക്കാരായ എനിക്ക് അവസരം കിട്ടിയത് ഈ ബ്രൈറ്റ് അക്കാദമിയിൽ വന്നുകൊണ്ടാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന ഫസ്റ്റിലുണ്ടായിരുന്ന ഇയാൾ, അങ്ങനെ ഒന്ന് രണ്ട് ആളുകൾ സംസാരിക്കുമ്പോൾ ഈ ക്ലാസ്സിൽ അവരൊരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ സംസാരിക്കാനുള്ള കഴിവും അതിൻ്റെ രീതിയൊക്കെ കൈവരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മൂസാജിയുടെ പ്രസംഗം കേട്ടേക്ക് എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് പഠിച്ചതാണ്. എന്താ വെച്ചാൽ ഒരു സാധാരണ ഈ പ്രായത്തിലുള്ള ആൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം 2 പ്രാവശ്യം കേട്ടേക്ക് എനിക്ക് കൃത്യമായി മനസ്സിലായി. ഞാൻ ഇവിടെ ഫസ്റ്റിൽ കയറി വരുമ്പോൾ മൂപ്പരിവിടെ ഇരുന്ന് പ്രസംഗിക്കണ ഞാൻ കേട്ടത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് പഠിച്ചതാണ്. മൂപ്പരൊക്കെ ഈ ബ്രൈറ്റ് അക്കാദമിയുടെ ഒരു മുത്താണ്. അത് നമ്മളെ പരിസര സാറ് വാർത്തെടുത്തൊരു മുത്താണ്. എന്നും എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ സ്ഥാപനം കൊണ്ട് എന്ത് നേടിയെന്ന് ആദ്യം കാണിച്ചു കൊടുക്കേണ്ട ആളാണ് മൂസാജി. ഈ പ്രായത്തിലും നമ്മളെപ്പോലത്തെ ഒരു 50ൻ്റെ ചോട പ്രായമുള്ള ആളല്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികളല്ല, യുവാക്കളല്ല, അധ്യാപകരല്ല, ഇങ്ങനത്തെ ആളുകളെ പഠിപ്പിച്ച ഇതാണ് ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത്. മറ്റുള്ളവർക്ക് പല വേദിയും കിട്ടിയിട്ടുണ്ടാവും, ഇനിയും കിട്ടും, അപ്പോൾ ഇതൊരു ഗുണകരമാവും. പക്ഷേ മൂപ്പരെ പോലത്തെ ആളുകളൊക്കെ ഇവിടെ വന്ന് പഠിച്ചു പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫൈസൽ സാറിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഒരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിയാമിനെ കസലായിട്ട് അറിയാം, രാവിലെ 9 മണിക്ക് ചിരി തുടങ്ങിയാൽ അദ്ദേഹം 9 മണിക്ക് പീടി അടയ്ക്കുന്നത് വരെ അദ്ദേഹം ചിരിച്ചുകൊണ്ടേ നിൽക്കും. ചിരിച്ചത് ഇവിടെയൊക്കെ കടച്ചിൽ തുടങ്ങും. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ആഘോഷങ്ങൾ വീട്ടിൽ, കല്യാണം, അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉത്സവങ്ങൾ വീട്ടിലുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്നവർക്കൊക്കെ നമ്മൾ കൈ കൊടുത്തിട്ട് അവരോട് നമ്മൾ ചിരിക്കും. ചിരിച്ചിട്ട് എന്ത് ചെയ്യും, 1 മണിക്കൂറോ 1.5 മണിക്കൂർ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂറൊക്കെ നിന്നിട്ട് നമ്മൾ ഇതവിടെയൊക്കെ കടച്ചിൽ തുടങ്ങി. ചിരി നിൽക്കാതെ നമ്മൾ ചിരിക്കും. പിന്നെ ചിരി ഒരു അഭിനയമായിട്ട് വെറുതെ എങ്ങനെ നമ്മൾ ചിരിക്കണ കോലം കാട്ടും, അവർ ചിരിക്കും, കൈ തരും. അങ്ങനെ ചടച്ചിട്ട് പിന്നെ ഞാൻ പള്ളിയിൽ പോയി വരട്ടെ, ഞാൻ രക്ഷപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ചിരിയുടെ ഈ ഒരാൾ ഇലക്ഷന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നോമിനേഷൻ കൊടുത്താൽ അപ്പം തുടങ്ങി ചിരി. ആ ചിരി പിന്നെ അവൻ നിർത്തുന്നത് ഈ വോട്ട് മുഴുവൻ എൻ്റെ പെട്ടിയിലായതിന് ശേഷം അവൻ വിജയിക്കാൻ പോവാണ്. ആ സമയത്ത് കയ്യടിക്കും, ചിരിക്കും. അങ്ങനെ ഓരോ നമ്മളെ ചിരിനെ പറ്റി ഇനിയും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് നേതാക്കന്മാർ പറയാനുള്ളത് കൊണ്ട് ഞാൻ തീരെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ വളരെ ഭംഗിയായിട്ട് ചിന്തിപ്പിച്ചു, ചിരിപ്പിച്ചു. പരസ്പരം വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആളുകളാണ്, ഒരു നാട്ടുകാരല്ല. എല്ലാവരും ഒന്ന് കാണാനും പരിചയപ്പെടാനും ഈ വേദിയിൽ അവസരം കിട്ടി. ഇന്ന് ഇവിടെ വന്ന 1:30 മുതൽ
5 മണി വരെയുള്ള 3.5 മണിക്കൂർ അടിപൊളിയായിരുന്നു. വിചാരിച്ചതിനേക്കാൾ രസമുണ്ടായിരുന്നു. ഞാൻ ട്യൂഷന് ഉണ്ടായിരുന്നു, എല്ലാ ഞായറാഴ്ച ട്യൂഷൻ ഉണ്ടാവും 12:30 വരെ. പക്ഷേ 11:30 ആയപ്പോൾ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. അടിപൊളിയായിരുന്നു. ഒരിക്കലും ഒരു വേസ്റ്റായി പോയി എനിക്ക് തോന്നിയിട്ടേ ഇല്ലാത്ത നിമിഷങ്ങളായിരുന്നു. പിന്നെ സാറ് പറഞ്ഞ ആ കളികളൊക്കെ നമ്മൾ പ്രീ പ്രൈമറി KG ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയൊരു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗം മൂസാജി കാക്കാൻ്റെ അതുപോലെ അതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കൂടാതെ എൻ്റെ ജോലിയിൽ കുറച്ച് കാര്യങ്ങൾ പ്രയോഗിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ആഴ്ച സാറ് ഒരു പാട്ട് ഇവിടെ ചൊല്ലി തന്നിരുന്നു. പരിപാടിയെല്ലാം അടിപൊളിയായിരുന്നു. വിഷയം അങ്ങനത്തെ ഒന്നായിരുന്നല്ലോ, ചിരിയും ആരോഗ്യവും. പിന്നെ എനിക്ക് നമ്മൾ എന്ന് പറയുന്ന പോലെ അസർ സാറ് വരുമ്പോൾ അതിനൊരു എനർജറ്റിക് ഉണ്ട്. അസർ സാർ അതേമാതിരി ഒരു ചിരിയുടെ മാലപ്പടക്കമായി നമ്മളെ മൂസാജി. വളരെയധികം സന്തോഷം തോന്നുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതേമാതിരി പങ്കെടുക്കാൻ കൂടുതൽ ആളുകൾ വേണം. ഇതുമാതിരി ഇവിടെ പങ്കെടുക്കുക, ഇതുമാതിരി അതിനെപ്പറ്റി സംസാരിക്കുക, ഫീഡ്ബാക്ക് പറയുക. അതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു രസകരമായ ഒരു സംഭവമാണ്. പുതിയതായിട്ട് പട്ടാമ്പി സാവാരന്മാർ എനിക്ക് ഇവരൊക്കെ ജന്മസിദ്ധമായിട്ട് തന്നെ പ്രാസംഗികരാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കും ഒരു ഉൾഭയണ്ടാകുന്നത് ഒരു കുറച്ച് ചെറിയ അളവിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വേളയിൽ മണി 5 ആകുന്നു. എനിക്ക് തിരുവനന്തപുരം വരെ പോകണം. ഇന്ന് തന്നെ രാത്രി അങ്ങ് എത്തുകയും വേണം. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മളെ മോളെ സാർ അവിടെ ഇരുന്ന് വിളിച്ചപ്പോഴത്തേക്കും സാധിക്കും. മൂസാജി സാറ് എല്ലാ ക്ലാസ്സിലും വരും. ഞാൻ ഇതിൻ്റെ ഇത് മൊബൈലിൽ കാണും. അപ്പോൾ അദ്ദേഹം എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു പ്രോഗ്രസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് അക്കാദമിയുടെ ഒരു മുത്താണ് അത്. നമ്മളെ പരിസര സാറ് വാർത്തെടുത്ത ഒരു മുത്താണ്. എന്നും എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ സ്ഥാപനം കൊണ്ട് എന്ത് നേടിയെന്ന് ആദ്യം കാണിച്ചു കൊടുക്കേണ്ട ആളാണ് മൂസാജി. നല്ല സൗഹൃദങ്ങളും നല്ല അനുഭവങ്ങളുമായി എനിക്ക് ക്ലാസ്സിൽ കിട്ടിയത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നല്ല നല്ല നിമിഷങ്ങൾ ഈ ക്ലാസ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് എനർജിയും ഒരു എന്തൊക്കെയോ കിട്ടിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ള ഒരു നല്ല ബോധമുണ്ട്. ഓഡിയൻസിനെ ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചെന്നുള്ളത് എന്തായാലും മൂസാജി വെൽ അഭിനന്ദനങ്ങൾ. മൂസാജിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ സത്യത്തിൽ അസൂയ തോന്നുകയാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് വന്നതായിരുന്നു. ഒരു 6 മാസത്തോളം ഗ്യാപ്പ് വിട്ടതോടെ എനിക്ക് ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സങ്കടമുണ്ട്. ഞാൻ അവിടെ നിന്നൊന്നും സംസാരിക്കുന്ന ആരും അധികം കണ്ടിട്ടില്ലല്ലോ. ഇയാൾക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടി? ഇത്രയും ആളുകളുടെ ഇടയിൽ ബസ്സുകൾ ഇങ്ങനെ ബ്ലോക്കായി പോണ്ട്, ആളുകൾ നോക്കി കൈയടിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ 1-2 വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ആളുകളൊക്കെ ഒന്ന് എല്ലാവരെയും ഒക്കെ ഒന്ന് വണങ്ങി എല്ലാവരെയും ഒക്കെ നന്നാക്കി സംസാരിച്ച് ഞാനങ്ങോട്ട് തുടങ്ങി മനസ്സിൽ വെറുതെ